കരുണയല്ല, കടപ്പാടാണ് പ്രധാനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 26 വരെ. ധ്യാനത്തിനായിട്ട് 20-ാം വാക്യം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഭവനദാനം അനുകരണീയമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. പാതവക്കിലോ പടിവാതിൽക്കിലോ നിന്ന് പിച്ച തണ്ടുന്ന യാചകൻ്റെ നേർക്ക് അനുകമ്പയുടെയോ ഭൂതതയുടെയോ പേരിൽ പിച്ചക്കാശ് എറിഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിരിക്കാം. എന്നാൽ മനുഷ്യനോടുള്ള കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഉദാത്ത സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന വാക്കിൽ ഒതുക്കി നിർത്താവുന്നതല്ല. കരുണയുടെ പ്രേരണയല്ല, കടപ്പാടിൻ്റെ പ്രേരണയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മിലുള്ള ദൈവസ്നേഹം തട്ടി ഉണർത്തപ്പെടുമ്പോൾ മാത്രമേ സമസൃഷ്ടികളോടുള്ള കടപ്പാടിനെപ്പറ്റി നാം ബോധവാന്മാരാകുകയുള്ളൂ. പുണ്യം കിട്ടുന്ന അതിനു വേണ്ടി മനുഷ്യർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തേക്കാൾ ദൈവം വിലപ്പെട്ടതായി എണ്ണുന്നത് ഈ സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും പ്രേരണ കൊണ്ട് ചെയ്യുന്ന സേവനങ്ങളാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഈശ്വരഭക്തിയുടെ പ്രകടനമായി ചിലർ കരുതാറുണ്ട്. ദാനധർമ്മങ്ങൾ ആരുമറിയാതെ ചെയ്യണമെന്ന് പലരും ആഗ്രഹിക്കാറില്ല. പക്ഷേ പെരുമ്പറ അടിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഇത് ആയിരിക്കേയില്ല. ഉദാത്തമായ സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഉൾപ്രേരണ കൊണ്ട് രഹസ്യമായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിർമ്മിക്കുന്ന വാസസ്ഥലങ്ങൾക്കുള്ള ഉപകരണങ്ങളാണ്. മരണാനന്തരം സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ള വാസസ്ഥലങ്ങളിൽ ചെന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നാം. എല്ലാവർക്കും ഒരുപോലെയുള്ള വസതികളായിരിക്കില്ല സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് ഒരു സുഹൃത്ത് ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ധനാഢ്യനായൊരു ഭക്തൻ മരിച്ച് കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നപ്പോഴുണ്ടായ അനുഭവമാണ് പ്രത്യേക കഥയിൽ വിവരിക്കുന്നത്. മരണാനന്തരം ധനികനെ ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജീവിച്ചിരുന്നപ്പോൾ അനേകം പുണ്യ പ്രവൃത്തികൾ ചെയ്തതിനെ യഥോചിതമായ ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ തൻ്റെ സങ്കല്പം പോലെയുള്ള മണിമന്ദിരങ്ങൾ പലതും കണ്ടു. വിശുദ്ധ യോഹന്നാൻ ദർശനത്തിൽ കണ്ടതുപോലെ സൂര്യകാന്തം, ഇന്ദ്രനീലം, മാണിക്യം, മരതകം, വൈഢൂര്യം മുതലായ രത്നങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഓരോന്നായി പിന്നിട്ട് മാലാഖമാരുടെ കൂടെ അയാൾ മുന്നോട്ട് നീങ്ങി. ഇതുപോലെയുള്ള ഒരു കെട്ടിടമായിരിക്കുമല്ലോ തനിക്ക് ലഭിക്കുവാൻ പോകുന്നതെന്നോർത്ത് അയാൾ ആഹ്ലാദത്തിൽ പുളകം കൊണ്ടു. ഒടുവിൽ അവർ ഒരു ചെറു കുടിലിൻ്റെ മുന്നിലെത്തി. ഇതാണ് താങ്കൾക്കുള്ള വീട് എന്ന് ദൂതന്മാർ പറഞ്ഞു. അയാൾ അമ്പരന്നുപോയി. ദൂതന്മാർക്ക് തെറ്റുപറ്റിയിരിക്കും എന്നയാൾ ഓർത്തു. ഇല്ല, തെറ്റുപറ്റിയിട്ടില്ല. ഇത് തന്നെയാണ് താങ്കൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വീട്. ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന സ്നേഹപൂർവമായ പ്രവർത്തനങ്ങളാകുന്ന സാമഗ്രികൾ, അതുകൊണ്ടാണ് സ്വർഗത്തിലെ വീടുകൾ നിർമ്മിക്കുന്നത്. മനുഷ്യനോടുള്ള കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രേരണ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്ന കെട്ടിടങ്ങൾക്കുള്ള കല്ലും സിമൻറ്റും അലങ്കാര വസ്തുക്കളുമെല്ലാം. താങ്കൾ അയച്ചു തന്നിട്ടുള്ള സാമഗ്രികൾ കൊണ്ട് ഈ കുടിൽ മാത്രമേ നിർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ. ലോകത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു, അവയൊന്നും സ്വർഗത്തിലെ കണക്കിൽ ചേർത്തിട്ടില്ലെന്നോ? ശരിയാണ് സ്നേഹിത, താങ്കൾ ലോകത്തിലായിരുന്നപ്പോൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി പലതും ചെയ്തു. കൈക്കാരനും കരപ്രമാണിയുമായിരുന്ന താങ്കൾ പള്ളിപ്പണിക്ക് നേതൃത്വം കൊടുക്കുകയും സഭയുടെയും സമൂഹത്തിൻ്റെയും ജീർണിച്ച വ്യവസ്ഥിതികളുടെ വിള്ളൽ വീണു തുടങ്ങിയ ചുവരുകൾക്ക് വെള്ളപൂശുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നുമല്ല ഇവിടെ വിലപ്പെട്ടതായി ഗണിക്കുന്നത്. അതാ അങ്ങോട്ട് നോക്കൂ. ആ കാണുന്ന കെട്ടിടത്തിന് പതിച്ചിരിക്കുന്ന മനോഹരമായ രത്നങ്ങൾ മർദ്ദിതരും ദുഃഖിതരുമായ ഹതഭാഗ്യരുടെ കണ്ണുകളിൽ നിന്നും ഒപ്പിയെടുത്ത കണ്ണുനീർ തുള്ളികളാണ്. ദൂതന്മാർ അയാളെ മറ്റൊരു വീട് കാണിച്ചുകൊണ്ട് തുറന്നു പറഞ്ഞു. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിർമ്മിക്കുന്ന വീടിനെ അയച്ചു കൊടുക്കുന്ന നമ്മുടെ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓർക്കണമേ, അസ്തിത്വത്തിൻ്റെ അർത്ഥം മറ്റുള്ളവർക്കായി ഫലം ചൂടുകയാണ്, അപ്പമായി തീരുക. മത്തായി 6:3. നീയോ ഭിക്ഷയെടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്.
രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസ്.